ഹായ് ഗായ്സ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബാക്ക് ടു സ്കൂൾ സപ്ലീസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ച്. ഇപ്പോഴാ 2-3 ദിവസം പിന്നെ സ്കൂൾ തുറക്കും. അപ്പോൾ വീഡിയോ ഒക്കെ സെറ്റ് ആവാൻ കുറച്ച് ടൈം പിടിച്ച്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബറെ സോറി വീഡിയോ വൈകിയതിന്. എന്തായാലും നമുക്ക് ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പെൻ ഹോൾഡർ ആണ്. ജസ്റ്റ് ഒരു അത്തറിന്റെ സ്പ്രേയുടെ ഒരു ബോട്ടിലിന്റെ കൂടാണ്. അത് വെച്ച് സിമ്പിളായി നമ്മളൊരു പെൻ ഹോൾഡർ സെറ്റാക്കി. ഇതൊക്കെ ഞാൻ മുൻപ് ഉണ്ടാക്കിയതാണ്, എന്നാലും സപ്ലീസിൽ ഇതൊക്കെ വരുമല്ലോ, അപ്പൊ ഉണ്ടാക്കുകയാണ്. ഇനി നമുക്കൊരു സ്കെയിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ 15 സെന്റിമീറ്റർ നീളത്തിലുള്ള സ്കെയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു കാർഡ്ബോർഡ് അല്ല, ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തു. ചാർട്ടാണ് എടുത്തിട്ടുള്ളത്, റോസ് കളറിൽ. അതിൽ ജസ്റ്റ് നമ്മൾ അളവൊക്കെ അടയാളപ്പെടുത്തി ജസ്റ്റ് നമ്മൾ എഴുതി. പിന്നെ ഒരു ഭംഗിക്ക് പേര് എഴുതി. ഇപ്പൊ ഞാൻ എൻ്റെ പേരാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേര് എഴുതി ഭംഗിയാക്കാം. ഇതിലും ഭംഗിയാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഭംഗിയാക്കാം. എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തോളൂ. ജസ്റ്റ് നമുക്കൊരു ക്യൂട്ട് സ്കെയിൽ അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ അതിന് ചെയ്യുന്നത് ടാപ്പാണ് ഒട്ടിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഗ്ലേസിങ് കിട്ടും, പിന്നെ നനയൂല്ല. അപ്പൊ നമ്മുടെ സ്കെയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കാം. നമുക്കിനി പൗച്ച് ഉണ്ടാക്കാം. പെൻസിൽ പൗച്ച്, പെന്ന് പൗച്ച്, എന്ത് വേണം ഇട്ടേക്കാം നമുക്ക്. ഇപ്പൊ ഇവിടെ നല്ല മഴ വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു വോയിസ് ഡിസ്റ്റർബൻസ് ഇതിൽ കാണും. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തു. കുറച്ച് കട്ടിയുള്ള ഷീറ്റാണിത്. പിന്നെ നമ്മൾ അതിങ്ങനെ ഇതേ രീതിയിൽ മടക്കി കൊടുക്കാം. 3 മടക്കായി ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ടാപ്പ് ഒട്ടിക്കണം. 2 സൈഡിൽ നമ്മൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന്റെ പൗച്ച് വളരെ സിമ്പിൾ ആണ്. 2 സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഇതേപോലെ വെട്ടി കൊടുക്കുക, ക്രോസ് ആയിട്ട് വെട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഡബിൾ ടാപ്പ് എടുത്ത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ പൗച്ച് സെറ്റായി. അപ്പൊ അത് ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇത് എന്താ ഒരു ഭംഗി അങ്ങോട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ വീണ്ടും ഇതിൽ കുറച്ച് പണിയെടുത്തു. ജസ്റ്റ് ഒരു മഷ്റൂം വരച്ച് ഒട്ടിച്ചു കൊടുത്തു. ടാപ്പ് ഒട്ടിച്ച് ഗ്ലേസിങ് കൊടുത്ത് അത് ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ആ ടാപ്പിന്റെ ഭാഗം കാണാതിരിക്കുക. പിന്നെ ജസ്റ്റ് ഒരു ത്രെഡ് എടുത്ത് ഇതുപോലെ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ പൗച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ സിമ്പിളാണ്. അപ്പൊ 3ാമത്തെ ഐറ്റാണ് ഇത്. ഇനി നെക്സ്റ്റ് നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാം. പേപ്പർ സോപ്പ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം വൈറലായ റൈറ്റ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ സ്കൂൾ സപ്ലീസിൽ അതും എടുക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അതാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്റെ വീട്ടിൽ ദോശ ചുടുന്ന ബ്രഷാണ് ഗൈസ്. അത് ഞാൻ നല്ല ചൂണ്ടിക്കൊടുന്നു. നമ്മൾ പെയിന്റ് അടിക്കുന്ന പോലെ അതുകൊണ്ട് അടിച്ചു കൊടുക്കാണ് ഗൈസ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ സോപ്പ് തേക്കണം. ഹാൻഡ് വാഷ് തേച്ച് കൊടുത്തു. ഇനി അത് നല്ല രീതിയിൽ ഡ്രൈ ചെയ്യാൻ വെക്കുക. ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സാധാ പേപ്പറിലും പറ്റും കേട്ടോ, പുസ്തകത്തിന്റെ പേജിലും പറ്റും. ഇനി നമുക്കൊരു കവർ, നമ്മുടെ പേപ്പർ സോപ്പ് വെക്കാൻ ഒരു കൂടാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കവർ. അപ്പൊ ഇതുപോലെ ചെറിയൊരു പീസ് എടുത്ത് ഇങ്ങനെ 3 മടക്ക് മടക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് നമുക്കൊരു ഭംഗിക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഒരു ഭാഗം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഒരു ആർച്ച് രൂപത്തിൽ നമ്മൾ വെട്ടി കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. ഒരു കവറിന് വേണ്ടിയിട്ടാണ്, പേപ്പർ സോപ്പ് ഇട്ട് വെക്കാൻ. ഇനി ജസ്റ്റ് നമുക്ക് 2 സൈഡും ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗത്താണ് ഒട്ടിക്കേണ്ടത്. ഇതേ രീതിയിൽ നമ്മൾ 2 ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ കവർ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി വേണമെങ്കിൽ ഒരു അലങ്കോലപ്പണിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിതിലൊരു അലങ്കോലപ്പണി നടത്തി. അതിപ്പോ നിങ്ങൾക്ക് കാണാൻ എൻ്റെ അലങ്കോലപ്പണി. ജസ്റ്റ് പേപ്പർ സോപ്പ് എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇതെന്താ പേപ്പർ സോപ്പിന് തെറ്റിയാന്നൊരു സംശയം. എന്നിട്ടൊരു പീട്ട് കൊടുത്ത് കിടക്കട്ടെ അവിടെ. അപ്പൊ ഇതാണ് എൻ്റെ കവർ, പേപ്പർ സോപ്പിന്റെ കവർ. ഇനി മാറണ്ട വിചാരിച്ച് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഉണങ്ങിയ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് വെട്ടി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും വെട്ടാം. ഞാനിതാ ഇങ്ങനെ വെട്ടി കൊടുത്തു ഗൈസ്. ഇനി നമുക്ക് ആ കവറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പേപ്പർ സോപ്പുകൾ.
അപ്പൊ എല്ലാതിലും കുത്തി നിറക്കുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ പിന്നെ ഒരു സപ്ലീസിലൊക്കെ ഇടുന്നോട്ട് വിചാരിച്ച് ഇതൊക്കെ സെറ്റാക്കിയതാണേ. അപ്പൊ ഇനി ജസ്റ്റ് നമുക്ക് ഇത് വർക്കിംഗ് ആണോ നോക്കാം. 2-3 എടുത്ത് ജസ്റ്റ് ഞാനിങ്ങനെ ഒരതി കൊടുത്തു വെള്ളം കൊണ്ട്. അപ്പൊ അതാ വർക്കിംഗ് ആണ് ഗൈസ്. പേപ്പർ സോപ്പിന് സോപ്പ് വന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പേപ്പർ സോപ്പ് ഉണ്ടാക്കി ഗൈസ്. ഇതൊക്കെ വളരെ എളുപ്പല്ലേ, കണ്ടില്ലേ നല്ല പത വരുന്നത് കണ്ടില്ലേ ഗൈസ്. വാവ്, സൂപ്പർ. അപ്പോൾ അത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെമോ പാഡാണ്. അത് നമ്മളിങ്ങനെ മടക്കി കൊടുത്തു. A4 ഷീറ്റാണ്. അപ്പോൾ ഒരു A4 ഷീറ്റിൽ തന്നെ നമുക്ക് കുറേ പേജസ് കിട്ടും. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ആ ലാസ്റ്റ് വരുന്ന ഭാഗം നമുക്ക് വേണ്ട, കാരണം ഇതാ ഇങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സോറി ഗൈസ്, ഇത് മെമോ പാഡല്ല, മെമോ പാഡല്ല, ഇത് നെയിം സ്ലിപ്പാണേ. സംഭവം രണ്ടും ഒരേ രീതിയിലാണ് മടക്കിയത്. അപ്പൊ എനിക്ക് തെറ്റിപ്പോയി ഗൈസ്, സാരില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ ഇഷ്ടത്തിലുള്ള കളർ ഇങ്ങനെ കൊടുക്കാം. ഇത് വാട്ടർ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ജസ്റ്റ് പല കളർ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ മടക്കിയ ഭാഗം ഉണ്ടല്ലോ അതിലിങ്ങനെ കൊടുക്കുക, കളർ ജസ്റ്റ് കൊടുക്കുക സിമ്പിളായിട്ട്. നമുക്കത് കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് ആണ്. നെയിം സ്ലിപ്പാണ് കേട്ടോ ഗൈസ്. സംഭവം തെറ്റിപ്പോയി, അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം. ഇടക്ക് ഒരു തെറ്റ് ആർക്കും വേണമെങ്കിലും പറ്റുമല്ലോ, അങ്ങനെ കണ്ടാൽ മതി. ഇതൊക്കെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെ പീസസ് കിട്ടും. ഞാൻ എടുക്കുമ്പോൾ കറണ്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്, അതാണ് പ്രത്യേകിച്ചൊന്നും വെളിച്ചത്തിലൊന്നും കാണാത്തത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഫസ്റ്റ് മഷ്റൂം തന്നെ. ഇന്നൊരു മഷ്റൂമായാണ് ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സംഭവം കുറെ ചിത്രങ്ങൾ ആലോചിച്ചിട്ട് ഒന്നും മനസ്സിൽ വരണില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് നെയിം, ക്ലാസ്, സബ്, സ്കൂൾ, സ്റ്റാൻഡേർഡ് അങ്ങനെ നമുക്ക് എഴുതാം. ഒരു നെയിം സ്ലിപ്പിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കാം. ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. സപ്ലീസ് അല്ലേ, എടുക്കട്ടെ അങ്ങോട്ട്. ബാക്കി എല്ലാത്തിനും നമുക്ക് ചിത്രം വരച്ച് കളർ കൊടുത്താൽ ഇതാ ഇങ്ങനെയാണ് എൻ്റെ പിക്ചേഴ്സ് ഒക്കെ ഗൈസ്. ആരൊക്കെ ഉള്ളത്? അവക്കാഡോ, സ്മൈലി, ആരാണത്, ജ്യൂസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് ഇതാണ് മെമോ പാഡ്. ഹോ, എൻ്റെ മെമോ പാഡേ തെറ്റിപ്പോയില്ലേ. അപ്പൊ നമ്മള് A4 ഷീറ്റ് എടുത്തു, മടക്കി കൊടുത്തു. നമുക്ക് പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഒരേ അളവിൽ കുറെ പീസസ് കിട്ടും, സിമ്പിളായി കിട്ടും. അപ്പൊ അത് കണ്ടില്ലേ, ഇപ്പൊ കുറെ പീസ് കിട്ടി. നമുക്ക് ഇനി ജസ്റ്റ് ഒരു ഡിസൈൻ എങ്ങനെ കൊടുക്കാം. സിമ്പിളായിട്ട് ഇതുപോലെ വരച്ചു, വേറെ പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ഇല്ല ഇതില്. ഇങ്ങനെ വരയ്ക്കുക, കണ്ടില്ലേ, സോ സിമ്പിൾ. ഇതൊക്കെ വരയ്ക്കാൻ അത്ര പണിയൊന്നുമില്ലല്ലോ. ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. ഇത്രയും എളുപ്പത്തിൽ മെമോ പാഡ്, വാവ്. ജസ്റ്റ് വരച്ചു കൊടുക്കുക. പിന്നെ ഇനി ഡിസൈന് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരച്ച് സെറ്റാക്കാം. ഞാനൊരു എന്താണ് ഈ പൂവിന്റെ പേര്, അയ്യോ, ട്യൂലിപ്പ് പേര് തെറ്റിപ്പോയി. ട്യൂലിപ്പാണ് വരച്ചെടുത്തത്. ഇനി മെമോ പാഡ് എന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്തു. ഫൈനൽ ഇതാണ് മെമോ പാഡ് ഗൈസ്. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. അതിന് നമ്മൾ ഫെവിക്കോൾ എടുത്തു, എല്ലാതും ഒരുമിച്ച് പിടിച്ചു ഇങ്ങനെ ഗമ്മ് തേച്ചെടുക്കുക. അതിൻ്റെ അറ്റത്ത് ഉണങ്ങിയാൽ നമുക്ക് മെമോ പാഡ് സിമ്പിളായി കിട്ടും. കണ്ടില്ലേ, സോ നൈസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ സപ്ലീസ്, ബാക്ക് ടു സ്കൂൾ സപ്ലീസ്. നമ്മൾ പെൻ ഹോൾഡർ ഉണ്ടാക്കി, പിന്നെ പെൻസിൽ പൗച്ച് ഉണ്ടാക്കി, കണ്ടില്ലേ, വാവ്, നൈസ്. ദെൻ കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കട്ടെ, ഐറ്റംസ് വേറെ ഉണ്ടല്ലോ. നെയിം സ്ലിപ്പ് ഉണ്ടാക്കി, പല വെറൈറ്റി പിക്ചേഴ്സ്. നിങ്ങൾക്ക് എന്തൊക്കെ ചിത്രം വരയ്ക്കാൻ അറിയാതൊക്കെ നമുക്കിതിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഗമ്മ് തേച്ച് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ അതിൻ്റെ മേലെ ടാപ്പ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും. പിന്നെ മെമോ പാഡ്, പിന്നെ സ്കെയിൽ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ബാക്ക് ടു സപ്ലീസ്. പിന്നെ ഒന്നും കൂടി ഉണ്ട് ഗൈസ്, അത് മറന്നു, നമ്മുടെ പേപ്പർ സോപ്പ്.
അതും കൂടി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ സപ്ലീസ്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, വലിയ വീഡിയോ ആണ്, അപ്പൊ മുഴുവൻ കാണാൻ മറക്കരുത്. ഓക്കെ, ബൈ.